താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരിച്ച ഷഹബാസിന്റെ തലയോട്ടി മർദ്ദനത്തിൽ തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. മൃതദേഹം കടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിന് വെക്കും. താമരശ്ശേരി ചുങ്കം ടൗൺ ജുമാ മസ്ജിദിലാണ് കബറടക്കം. ഷഹബാസ് വധക്കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായ 5 വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് വിട്ടു. ഷബീർ ഉമറുമൊപ്പം ദൃശ്യ പുതിയടത്തും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം ദൃശ്യയിലേക്ക്. ദൃശ്യ, നമ്മൾ ഈ ഷഹബാസിനെ മർദ്ദിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ. അതിൽ ഒരു സഹപാഠി, ഒരു ഷർട്ടഴിച്ച ഒരു സഹപാഠി തൻ്റെ കൈകൊണ്ട് മർദ്ദിക്കുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങളിൽ തോന്നിയത്. നമുക്ക് ലഭിച്ച ഒരു ഒറ്റ ദൃശ്യം മാത്രമാണ്. വേറെയും മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമികമായ വിവരം പുറത്തു വന്നത് പ്രഹരശേഷിയുള്ള ആയുധം കൊണ്ട് മർദ്ദിച്ചതിനാൽ തലയോട്ടിക്ക് കാര്യമായ പൊട്ടലുണ്ടെന്നാണല്ലോ. അപ്പം മർദ്ദനം കുറെ കൂടി ദൃശ്യങ്ങൾ കണ്ടതിനപ്പുറത്ത് നടന്നിട്ടുണ്ട് എന്ന് കരുതണമോ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് എപ്പോൾ ലഭിക്കും? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ മാരകമായ കട്ടിയേറിയ ആയുധം കൊണ്ട് പരിക്കേറ്റ നിലയിൽ തന്നെയാണുള്ളത്. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. ഷഹബാസിന്റെ തലയോട്ടി തകർന്നിരുന്നു. വലത് ചെവിയുടെ മുകളിലായാണ് തലയോട്ടി തകർന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഷഹബാസിന്റെ ബന്ധുവാണ് ഇപ്പോൾ കുഴഞ്ഞു വീണിട്ടുള്ളത്. ഇവിടെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം പുറത്തേക്ക് മൃതദേഹമായി ആംബുലൻസ് പുറത്തേക്ക് ഈ മദ്രസയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ചുങ്കം ടൗൺ ജുമാ മസ്ജിദിൽ നിന്ന് മയ്യത്ത് നിസ്കാരത്തിന് ശേഷം മൃതദേഹം ആംബുലൻസിൽ ഈ മദ്രസയിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷഹബാസിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. വലത് ചെവിക്ക് ഷഹബാസിന്റെ ഉപ്പയാണ് ഇപ്പോൾ ഇവിടെ ഈ തളർന്നു വീണിരിക്കുന്നത്. സൈഫുദ്ദീൻ ഈ മൃതദേഹം ഇവിടെ നിന്ന് പൊതുദർശനത്തിനായി മദ്രസയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. മയ്യത്ത് നിസ്കാരത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ തളർന്നു വീണിരിക്കുന്നത്. രാവിലെയും നമ്മൾ ഇവരുമായി സംസാരിച്ചപ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടുപേരും വളരെ അവശ നിലയിലായിരുന്നു. ഉമ്മയെ രാവിലെ ഇതുപോലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഉപ്പയും മകൻ്റെ വേർപാട് താങ്ങാനാവാതെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണിയായി വളരേണ്ട ഒരു കുഞ്ഞാണിപ്പോൾ ഇങ്ങനെ ഈ ഒരു നിലയിൽ ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഇല്ലാതായിരിക്കുന്നു. ഇവർക്ക് ആ നഷ്ടം താങ്ങാനുള്ളൊരു മനക്കെട്ടി പോലും ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട നമ്മളെ ദൃശ്യങ്ങൾ കണ്ട ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ ഒരു മർദ്ദനത്തിൻ്റെ. ഇതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നമ്മൾ കാണുന്നത് ഈ തലയോട്ടി തകർന്നാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അത്രയും ക്രൂരമായ മർദ്ദനമാണ് ഈ കുഞ്ഞ് സഹപാഠികളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ അതേ സമപ്രായക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മനസ്സുണ്ടായത് എന്ന് തന്നെ നമുക്ക് എന്താ അമ്പരന്ന് പോവുകയാണ് നമ്മൾ. കാരണം ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു മനസ്സുണ്ടായത്? കാരണം ഇത്രയും നമ്മൾ ആ നേരത്തെ കുട്ടികളോട് സംസാരിച്ചതിൽ നിന്ന് ഈ ഒരു താമരശ്ശേരി ഈ സ്കൂളിലെ ഗ്രൂപ്പുകളിൽ ഇതുപോലെ നഞ്ചക പോലുള്ള ആയുധങ്ങൾ ഇവർ ഫോട്ടോ എടുത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കാരണം തല്ലുണ്ടാക്കാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങൾ കരുതി വേണം പോകാൻ. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ ഫോട്ടോകളൊക്കെ ഇവർ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചിരുന്നു. ഇതൊക്കെ നമ്മളോട് ഇവരുടെ കൂടെയുള്ള കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അതുതന്നെയാണ് പോലീസിൻ്റെ നിഗമനത്തിൽ ഉണ്ടായിരുന്നത്. നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഇവരെ ഈ കുഞ്ഞിനെ ആക്രമിച്ചിട്ടുള്ളത്. അതുതന്നെയായിരിക്കാം ഈ തലയോട്ടി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടത് കൈകൊണ്ടടിക്കുന്നത് പോലെ മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതല്ല, അതിനപ്പുറം വലിയൊരു മാരകമായി അല്ലെങ്കിൽ കട്ടിയേറിയ ആയുധം ഉപയോഗിച്ച് വലത് ചെവിയുടെ ഭാഗത്തടിച്ചാണ് തലയോട്ടി പൊട്ടിച്ചിരിക്കുന്നത്. അതാണ് കുഞ്ഞിന് ഇങ്ങനെയൊരു മരണത്തിലേക്ക് എത്തിച്ചത്. നമ്മൾ കണ്ടതുപോലെ ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് പുറത്ത് പരുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ തലയ്ക്ക് അകത്ത് ഈ തലയോട്ടി പൊട്ടിയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സാധിക്കുന്നത്? എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ കാരണം? ഇത്രയും ഒരു ക്രൂരത ചെയ്യാൻ എന്താണ് കാരണം എന്നുള്ളത് തന്നെയാണ് നമ്മളും അതുപോലെ പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണുന്നത് പോലെ ഷഹബാസിൻ്റെ സഹപാഠികളാണ് സഹിക്കാൻ പറ്റാതെ. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഈ നഷ്ടം സഹിക്കാനാവാതെയാണ് ഇവിടെ നിന്ന് ഓരോരുത്തരും നമ്മൾ ആ വീട്ടിലുള്ള ദൃശ്യങ്ങളും കണ്ടതാണ്. ഈ അവിടെ വന്ന ഓരോരുത്തരും കണ്ണീരോടെയാണ് മടങ്ങുന്നത്.
പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ, അവന് യാത്ര നൽകാനാണ് ഓരോരുത്തരും ആ ഒരു വീട്ടിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ മദ്രസയിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഈ ഷഹബാസിൻ്റെ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് എത്തിക്കുക. അവിടെ വെച്ചായിരിക്കും ഖബറടക്കം നടക്കുക. അതിനുശേഷം ഈ ഒരു കുഞ്ഞിന് യാത്ര അയക്കാനായി നിരവധി ആളുകളാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു തന്നെയാണ് ഈ പലരും നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ് ഈ, കാരണം കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ക്രൂരത ചെയ്യാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നാട്ടുകാരിൽ പലരും നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾക്കും അറിയാൻ സാധിക്കാത്തത് അത് തന്നെയാണ്. പോലീസിന്റെ ഇനി ഒരു വ്യക്തമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിനൊരു കാരണം ഈ ഫെയർവെൽ പാർട്ടിയിലുള്ള പ്രശ്നം മാത്രമാണോ എന്നുള്ളതൊക്കെ ഇനിയുള്ള ഫെയർവെൽ പാർട്ടിയിലുള്ള പ്രശ്നം മാത്രമാണോ, അല്ലെങ്കിൽ കൂടുതൽ വലിയ കാരണങ്ങൾ ഉണ്ടാകുമോ, ദുരൂഹത ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഇപ്പോൾ പിടിയിലായ ഈ 5 വിദ്യാർത്ഥികളാണ്. എന്തായാലും അവരെ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്യും. അവരുടെ മൊഴിയനുസരിച്ച് മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ഷഹബാസിന്റെ മൃതദേഹം കടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. താമരശ്ശേരി ചുങ്കം ടൗൺ ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം ഖബറടക്കം നടക്കും.